1910 ഓഗസ്റ്റ് 26-ന് അൽബേനിയയിലായിരുന്നു മദർ തെരേസയുടെ ജനനം. മദർ തെരേസയുടെ ആദ്യ പേര് ഗോൺസ എന്നായിരുന്നു. ആൽബേനിയൻ ഭാഷയിൽ റോസ്ബഡ് അല്ലെങ്കിൽ ചെറിയ പുഷ്പം എന്നായിരുന്നു ഈ വാക്കിൻ്റെ അർത്ഥം. തെരേസ ജനിച്ചതിൻ്റെ പിറ്റേന്ന് സ്കോപ്ജയിൽ വെച്ച് സ്ഥാനമേറ്റു. അങ്ങനെ ഓഗസ്റ്റ് 27-ാം തീയതി യഥാർത്ഥ ജന്മദിനമായി കണക്കാക്കി. 1919 തെരേസയ്ക്ക് 8 വയസ്സുള്ളപ്പോൾ അച്ഛൻ നിക്കോള മരണപ്പെട്ടു. തൻ്റെ 12-ാം വയസ്സിൽ തെരേസ മതജീവിതത്തിൽ സ്വയം സമർപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. ഒരു മിഷണറിയാകുക എന്ന ഉദ്ദേശത്തോടെ ഇംഗ്ലീഷ് പഠിക്കുന്നതിനായി തൻ്റെ 18-ാം വയസ്സിൽ അയർലൻഡിലേക്ക് പോയി. പിന്നീട് തെരേസ സഹോദരികളെയോ അമ്മയോ കണ്ടിട്ടില്ല. പിന്നീട് 1929 തെരേസ ഇന്ത്യയിലേക്കും താമസം മാറി. ഇന്ത്യയിൽ കൽക്കട്ടയിൽ വന്ന് തെരേസ ബംഗാളി ഭാഷ പഠിക്കുകയും അവിടെ അടുത്തുള്ള സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്തു. 1931 മെയ് 21-ന് തെരേസ തൻ്റെ ആദ്യ മതപ്രതിജ്ഞ എടുത്തു. ഏകദേശം 20 വർഷത്തോളം തെരേസ ഇവിടെ സേവനമനുഷ്ഠിച്ചു. പിന്നീട് അവിടുത്തെ പ്രധാന അധ്യാപികയായി നിയമിതയായി. തെരേസയ്ക്ക് സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യുന്നത് ഇഷ്ടമായിരുന്നെങ്കിലും കൽക്കട്ടയിലെ മറ്റുള്ളവരുടെ ദാരിദ്ര്യം തെരേസയെ കൂടുതൽ വിഷമത്തിലാക്കി. 1946 ഡാർജിലിംഗിൽ വച്ച് യേശുവിനു വേണ്ടി ഇന്ത്യയിലെ പാവപ്പെട്ടവരെ സേവിക്കാനുള്ള തൻ്റെ ആന്തരിക മനസാക്ഷിയുടെ വിളി കേട്ടതായി തോന്നി. പിന്നീട് സ്കൂളിലെ ജോലി ഉപേക്ഷിച്ച് അവർ മിഷണറി ഓഫ് ചാരിറ്റി സ്ഥാപിച്ചു. തൻ്റെ വസ്ത്രത്തിലും മാറ്റം വരുത്തി. വെള്ള കളറും നീല ബോർഡറുമുള്ള സാരി തിരഞ്ഞെടുത്തു. രോഗികളെയും മറ്റും പരിചരിക്കുന്നതിനിടയിൽ മദർ തെരേസ കൊൽക്കത്തയിൽ ഒരു സ്കൂളും സ്ഥാപിച്ചു. ആദ്യകാലങ്ങളിൽ തൻ്റെ പ്രവർത്തനം വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ഭക്ഷണത്തിനും മറ്റുമായി വരുമാനം കണ്ടെത്താൻ ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. പിന്നീട് തൻ്റെ ശ്രമങ്ങൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നീട് മദറിൻ്റെ പ്രവർത്തനങ്ങൾക്കായി കുറച്ച് സഹായങ്ങൾ ലഭിച്ചു തുടങ്ങി. മദർ തെരേസ ഒരിക്കൽ പറഞ്ഞു, മൃഗങ്ങളെപ്പോലെ ജീവിച്ച മനുഷ്യർക്ക് മാലാഖമാരെപ്പോലെ മരിക്കണമെന്ന് സ്നേഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തു. 1955 മദർ തെരേസ അനാഥർക്കും ആരുമില്ലാത്തവർക്കുമായി ഇമാക്കുലേറ്റ് ഹാർട്ട് എന്ന കുട്ടികളുടെ ഭവനമായ നിർമ്മല ശിശുഭവൻ തുറന്നു. തെരേസ എന്നും കുഷ്ഠരോഗികൾക്കും ദുരിതമനുഭവിക്കുന്നവർക്കും ഒരു കൈത്താങ്ങായിരുന്നു. ഒരിക്കൽ മദർ തെരേസ പറഞ്ഞു, രക്തത്താൽ ഞാൻ ആൽബീനിയനാണ്, പൗരത്വത്താൽ ഒരു ഇന്ത്യക്കാരനാണ്, വിശ്വാസത്താൽ ഞാനൊരു കത്തോലിക്ക കന്യാസ്ത്രീയാണ്. എൻ്റെ വിളിയുടെ കാര്യത്തിൽ ഞാൻ ലോകത്തിൻ്റേതാണ്. എൻ്റെ ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പൂർണ്ണമായും ഹൃദയത്തിൻ്റേതാണ്. യേശു. ബംഗാളി, ആൽബേനിയൻ, ഇംഗ്ലീഷ്, സെർബിയൻ, ഹിന്ദി എന്നീ ഭാഷകൾ മദറിന് നല്ല വശമായിരുന്നു. തൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്തേക്ക് പോകുമ്പോൾ മദറിന് അത് സഹായകരമായിരുന്നു. 1983 തെരേസ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ സന്ദർശിക്കുന്നതിനിടയിൽ ഹൃദയാഘാതമുണ്ടായി. 1991 ന്യൂമോണിയ ബാധിക്കുകയും അവസ്ഥ കൂടുതൽ ദയനീയമാവുകയും ചെയ്തു. 1996 ഏപ്രിൽ അവസ്ഥ കൂടുതൽ തെരേസയെ തളർത്തുകയും കിടപ്പിലാക്കുകയും ചെയ്തു. പിന്നീട് 4 മാസങ്ങൾക്ക് ശേഷം മലേറിയയും ഹൃദയസ്തംഭനവും ഉണ്ടായി. 1997 സെപ്റ്റംബർ 5-ന് തെരേസ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. 1996 ആയപ്പോഴേക്കും 100 രാജ്യങ്ങളിലായി 517 മിഷണറികൾ സ്ഥാപിച്ചു. മദർ തെരേസ സ്ഥാപിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന മതസഭയിൽ 2012 കണക്കനുസരിച്ച് 4500-ലധികം കന്യാസ്ത്രീകൾ 133 രാജ്യങ്ങളിലായി ഉണ്ടായിരുന്നു. കുഷ്ഠരോഗം, ക്ഷയം തുടങ്ങിയ മാരകരോഗം ബാധിച്ചവരെ സ്വഭവനങ്ങളിൽ ചെന്ന് സഭ നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. 1962 പത്മശ്രീയും 1969 അന്താരാഷ്ട്ര ധാരണയ്ക്കുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ അവാർഡും 1980 ഭാരതരത്നയും തെരേസയ്ക്ക് ലഭിച്ചു. തെരേസയുടെ 100-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 2010 ഓഗസ്റ്റ് 28-ന് ഇന്ത്യൻ സർക്കാർ 5 രൂപ നാണയം പുറത്തിറക്കി. ഏകദേശം 45 വർഷങ്ങളോളം ലോകത്തിൻ്റെ പല ഭാഗത്തായി അനാഥരുടെ ആശ്രയം ആയിരുന്നു തെരേസ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി അമേരിക്കയിലെ ജനങ്ങൾ 19,20,000 അമേരിക്കൻ ഡോളറുകൾ ഇന്ത്യയിലേക്ക് കൊടുത്തിട്ടുണ്ട്.
മദർ തെരേസയെ അമേരിക്കയിലെ ജനങ്ങൾ ആരാധിക്കുന്ന 10 വനിതകളിൽ ഒരാളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2016 സെപ്റ്റംബർ 4 കത്തോലിക്ക സഭ അവരെ കൽക്കട്ടയിലെ വിശുദ്ധ തെരേസയായി പ്രഖ്യാപിച്ചു. തെരേസയുടെ ചരമവാർഷികമായ സെപ്റ്റംബർ 5 അവളുടെ പെരുന്നാൾ ദിനമായി ആഘോഷിച്ചു പോരുന്നു. നിങ്ങൾക്ക് വേണ്ടാത്തത് നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ദാനമേയല്ല. വീണുപോയവരെ സഹായിക്കുക എന്നത് ഒരു രാജകീയ പ്രവൃത്തിയാണ്. നിങ്ങൾക്ക് ലോകത്തെ മാറ്റണമെങ്കിൽ വീട്ടിൽ പോയി നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് എനിക്ക് ചെയ്യാൻ കഴിയും. എനിക്ക് ചെയ്യാൻ കഴിയാത്തത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഒരുമിച്ച് നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ദയയുള്ള വാക്കുകൾ ചെറുതും സംസാരിക്കാൻ എളുപ്പവുമാണ്, എന്നാൽ അവയുടെ പ്രതിധ്വനികൾ യഥാർത്ഥത്തിൽ അനന്തമാണ്. നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല, എന്നാൽ വലിയ സ്നേഹത്തോടെ നമുക്ക് ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നിങ്ങൾ ആളുകളെ വിലയിരുത്തുകയാണെങ്കിൽ അവരെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാകില്ല. ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞ കൂടുതൽ പേർ മദറിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാൻ തുടങ്ങി. 60കളുടെ അവസാനത്തോടെ ഇന്ത്യ ഒട്ടാകെ ശരണാലയങ്ങൾ തുറക്കാൻ മിഷണറീസ് ഓഫ് ചാരിറ്റിക്ക് കഴിഞ്ഞു. 1965 മാർപ്പാപ്പ സൊസൈറ്റി ഓഫ് പൊന്തിഫിക്കൽ റൈറ്റ് എന്ന അവകാശം മിഷണറീസ് ഓഫ് ചാരിറ്റിക്ക് നൽകി. ഇതിൻ പ്രകാരം മിഷണറീസ് ഓഫ് ചാരിറ്റിക്ക് ഇന്ത്യക്ക് പുറത്തും സേവന മേഖലകൾ വ്യാപിപ്പിക്കാനുള്ള അധികാരം വത്തിക്കാനിൽ നിന്നും ലഭിക്കുകയുണ്ടായി. ആദ്യത്തെ ക്ഷണം വന്നത് വെനിസ്വേലയിൽ നിന്നുമായിരുന്നു. 1965 ഇന്ത്യക്ക് പുറത്ത് വെനിസ്വേലയിലെ കൊക്കറോട്ടയിൽ 5 സന്യാസിനിമാരുമായി മിഷണറീസ് ഓഫ് ചാരിറ്റി പ്രവർത്തനമാരംഭിച്ചു. 1968 ഓസ്ട്രേലിയ, ടാൻസാനിയ, റോം, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ ആശ്രമം സ്ഥാപിച്ചു. തൊട്ടുപുറകെ അമേരിക്ക, റഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നിങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ സാന്നിധ്യം നിലവിൽ വന്നു. 1985 ക്രിസ്തുമസ് തലേന്ന് അമേരിക്കയിലെ ന്യൂയോർക്കിൽ എയ്ഡ്സ് രോഗികൾക്കായുള്ള ആദ്യത്തെ ആശ്രമ കേന്ദ്രം മിഷണറീസ് ഓഫ് ചാരിറ്റി തുറക്കുകയുണ്ടായി. സ്നേഹസമ്മാനം എന്ന് അർത്ഥം വരുന്ന ഗിഫ്റ്റ് ഓഫ് ലവ് എന്ന പേരാണ് ഈ സ്ഥാപനത്തിന് മദർ തെരേസ നൽകിയത്. മദർ തെരേസയെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് റോമിലെ പാവപ്പെട്ടവരുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള ഒരു ക്ഷണം വത്തിക്കാനിൽ നിന്നും മദറിനെ തേടിയെത്തി. റോമിൻ്റെ പ്രാന്തപ്രദേശമായ ബോർഗേറ്റിലുള്ള പാവപ്പെട്ടവരുടെ ചേരികളിൽ പ്രവർത്തിക്കാനാണ് മാർപ്പാപ്പ തെരേസയോട് ആവശ്യപ്പെട്ടത്. 1963 മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ഒരു സഹോദര സംഘടനയ്ക്ക് തുടങ്ങുന്നതിനെക്കുറിച്ച് മദർ ആലോചിക്കുവാൻ തുടങ്ങി. ചെറുപ്പക്കാരായ രോഗികളെ പരിചരിക്കുന്നതിന് സ്ത്രീകളെക്കാൾ നല്ലത് പുരുഷന്മാരാകും എന്ന ചിന്തയായിരുന്നു ഇതിനു പുറകിൽ. മാർപ്പാപ്പയ്ക്ക് മുന്നിലെത്തിയ ഈ അപേക്ഷ ഏറെ വൈകാതെ തന്നെ അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ മിഷണറീസ് ഓഫ് ബ്രദേഴ്സ് ഓഫ് ചാരിറ്റിക്ക് തുടക്കമായി. 1982 പാലസ്തീനും ഇസ്രായേൽ സൈന്യവുമായുണ്ടായ ഒരു യുദ്ധത്തിൽ അകപ്പെട്ടു പോയ 37 കുഞ്ഞുങ്ങളെ മദർ തെരേസ രക്ഷിക്കുകയുണ്ടായി. മറ്റുള്ള ആളുകൾ എന്തു ചെയ്യുന്നു, പറയുന്നു എന്ന് നോക്കാതെ മുഖത്തൊരു പുഞ്ചിരിയോടെ അതെല്ലാം സ്വീകരിക്കുക. നിങ്ങളുടെ ജോലികൾ വ്യാപൃതരാകുക. 1997 മാർച്ച് 13 മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ എല്ലാ ചുമതലകളിൽ നിന്നും മദർ തെരേസ ഒഴിവായി. 1997 സെപ്റ്റംബർ 5 87ാമത്തെ വയസ്സിൽ കൽക്കത്തയിൽ വച്ച് മദർ തെരേസ മരണമടഞ്ഞു. ഒരാഴ്ച കാലത്തോളം അവരുടെ മൃതദേഹം പൊതുജനങ്ങൾക്ക് അന്ത്യോപചാരം അർപ്പിക്കുവാനായി പൊതുദർശനത്തിന് വച്ചിരുന്നു. മദർ തെരേസ സമൂഹത്തിന് നൽകിയ സംഭാവനകളെ പരിഗണിച്ച് സംസ്ഥാന ബഹുമതികളോടെയുള്ള സംസ്കാര ചടങ്ങുകളാണ് നടത്തിയത്. ഈ ലോകത്തിൻ്റെ സമാധാനമായിരുന്നു മദർ തെരേസ.